ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വെഡ്ഡിംഗ് വ്ളോഗിൻ്റെ പാർട്ട് 2 ആണ്. രാവിലെ തന്നെ എണീക്കലെല്ലാം കഴിഞ്ഞ് കുളിയും എല്ലാം കഴിഞ്ഞു. ആരും വന്നിനൊന്നുമില്ല, ഒരാളെല്ലാം വരണത്രേ. അപ്പം നമ്മളെല്ലാവരും വരുന്നതിന് മുമ്പ് നമ്മൾ വേഗം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലത്തെ ചായപ്പൊടി എല്ലാം കഴിഞ്ഞ് തന്നു. ഒരു ചായപ്പൊടി, പിന്നെ നല്ല കോഫിയും, പിന്നെ നൂൽപുട്ടും പൊറോട്ട ഉണ്ടായിനി. ഞാൻ പൊറോട്ട കഴിക്കാത്തതുകൊണ്ട് നൂൽപുട്ടെടുത്ത് 2 നൂൽപുട്ടും പിന്നെ കറിയെല്ലാം കൂട്ടി തിന്ന്. ഇതാണ് ഗ്രൂമിൻ്റെ ഡ്രസ്സ്. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞ ഉടനെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നു. അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് വരുമല്ലോ, അങ്ങനെ വന്ന് പിന്നെ ഫ്രണ്ട്സെല്ലാം കൂടി അവനെ മാറ്റി കൊടുക്കലെല്ലാമാണ്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാനത്തിന് വേണ്ടി ഇറങ്ങാൻ പോക്കാന്ന്. എല്ലാവരോടും യാത്രയെല്ലാം ചോദിച്ച് ഇറങ്ങാൻ പോക്കാന്ന് കാനത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ പെണ്ണിൻ്റെ വീട്ടിനടുത്തേക്കുള്ള പള്ളിയിലെത്തി. അവിടെ നിന്നാണ് നിക്കാഹ് ഉണ്ടാകുക. അവിടെ എത്തി എല്ലാവരും. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകലാന്ന്. അവർ പാട്ടെല്ലാം പാടി ചെക്കനെയും കൊണ്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഫുള്ള് നടന്നിട്ടാണ് പോകുന്നത്. കുറച്ച് ദൂരം നടക്കാനുണ്ട് വണ്ടി വെച്ചിട്ട്. അവിടെ നിന്ന് അങ്ങനെ നടന്ന് പോകാന്ന്. പെണ്ണിൻ്റെ വീട്ടിലെത്തിക്കാൻ പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കലും പരിപാടിയെല്ലാം ഉണ്ടാകും. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവർ തിരിച്ചു വരിക. പിന്നെ നമ്മളെ കല്യാണം വീട്ടിലല്ല, ഓഡിറ്റോറിയത്തിലാണ്. അപ്പോൾ അവർ ഓഡിറ്റോറിയത്തിലെത്തുമ്പോൾ നമ്മളും അവിടെ എത്തണം. നമ്മളെല്ലാവരും വേഗം മാറ്റലെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയും ചെയ്തത്. പിന്നെ ഓഡിറ്റോറിയത്തിൽ വിചാരിച്ച പോലെ അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് തിരക്കായിരിക്കുമല്ലോ എന്തായാലും. അതുകൊണ്ട് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഫുഡ് കഴിക്കലും ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ നിന്നാണ് നമ്മൾ പെണ്ണിനെ കൂട്ടാൻ വേണ്ടി പോവുക. അവിടെ നമ്മൾ പെണ്ണിനെ കൂട്ടാൻ വേണ്ടി പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് പിന്നെ നേരെ വീട്ടിലേക്കാണ്. പിന്നെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നിട്ടില്ല. നമ്മൾ ഉച്ചക്കത്തെ ഫുഡിൻ്റെ പരിപാടി മാത്രമാണ് ഓഡിറ്റോറിയത്തിൽ വെച്ചിന്. അതെല്ലാം കഴിഞ്ഞ് പെണ്ണ് വീട്ടിലേക്ക് എത്തി. പിന്നെ ആ ക്ലിപ്പൊന്നും കുറേ ഭാഗം കിട്ടിയിട്ടില്ല, ഒന്നും എടുക്കാൻ പറ്റിയില്ല വിചാരിച്ച പോലെ. വീട്ടിലേക്ക് വന്ന്
പിന്നെ ഓരോ ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കലും പരിപാടിയിലാണ്. പിന്നെ രാത്രി പിന്നെ അനിയൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പരിപാടി ഒപ്പിക്കുന്നുണ്ടായിന്. അത് നല്ല അടിപൊളി കളറാക്കിന്, ശരിക്കും നല്ല അടിപൊളിയാക്കിന്. അവർ കുറച്ച് തട്ടയുടെ സെറ്റപ്പെല്ലാം ആക്കി അവർക്ക് രണ്ടാക്കും ചെറിയൊരു പണി കൊടുത്തിന്. അപ്പോൾ അതും കൂടി ഉണ്ടായിട്ടുള്ളൂ. പിന്നെ രാത്രി അവർ അങ്ങനെ പെണ്ണിനെ കൂട്ടാൻ വേണ്ടി വരും, പെണ്ണിൻ്റെ ചെക്കനും. അവർ ആരെങ്കിലും കൂട്ടാൻ വേണ്ടി വന്നിട്ട് പിന്നെ അവിടുന്ന് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുക. പെണ്ണിനെ അങ്ങോട്ടേക്ക് തിരിച്ചു പോകും. അങ്ങനെയാണ് നമ്മളിവിടുത്തെ കല്യാണം, കണ്ണൂർ കല്യാണം അങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വർത്താനം പറയാമെന്നില്ല, നേർക്ക് തൊണ്ടവേദനയില്ലാന്ന് കല്യാണം കഴിഞ്ഞേരെ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഫസ്റ്റ് ടൈമാണെന്ന് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.